മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ പണിപ്പുര ടാസ്കിൽ തോറ്റുപോയിരിക്കുകയാണ് നമ്മുടെ വൈൽഡ് കാർഡായി വന്നിരിക്കുന്ന 5 പേരും. അതേ തുടർന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു. അങ്ങനെ നമ്മുടെ ജിഷിൻ എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് തിരിച്ച് പണിപ്പുരയിൽ വെച്ചിരിക്കുകയാണ്. ഹൗസിലുള്ള ബാക്കി 16 കണ്ടസ്റ്റൻസുകളും ഒറ്റക്കെട്ടായി നിന്ന് വൈൽഡ് കാർഡുകളായി വന്ന 5 പേരെയും എതിർത്ത് നിന്നിരിക്കുകയാണ് ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ. പക്ഷേ ജിഷിനെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കി 4 പേരും കൂടെ വന്നില്ല. അതായത് നമ്മുടെ മസ്താനി, സാബുമാൻ, പ്രവീൺ, ലക്ഷ്മി ഇവർ 4 പേരും പക്ഷേ ജിഷിനെ സപ്പോർട്ട് ചെയ്തില്ല. ആ ഒരു ദേഷ്യത്തിൽ നമ്മുടെ ജിഷിൻ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. വൈൽഡ് കാർഡുകളുടെയൊക്കെ അണ്ണാക്കിൽ എന്താ പിരിവെട്ടിയിരിക്കുകയാണോ, നിങ്ങൾ എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്യാത്തത്, ഒന്നും പറയാത്തത് എന്നൊക്കെ നമ്മുടെ ജിഷിൻ ദേഷ്യപ്പെട്ട് അവരോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ നിങ്ങളുടെ പുറകിലായിരുന്നു നിന്നത്, ഞങ്ങൾ 4 പേരും എന്തായാലും ബസർ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തിറങ്ങിയത്, അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഞങ്ങളത് അനുസരിച്ചതും എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ച് പണിപ്പുരയിൽ കൊണ്ടുവച്ചതും. നിങ്ങൾ ബസർ അടിക്കുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ ഇറങ്ങിയതെന്ന് ഞങ്ങൾക്കറിയില്ലെന്നും അവർ 4 പേരും പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞ് നമ്മുടെ മസ്താനി അക്ബറിനോടും ശരത്തിനോടും പോയിരുന്ന് സംസാരിക്കുകയാണ്. വന്ന അന്ന് മുതൽ മസ്താനി ശത്രുപക്ഷത്ത് കാണുന്ന 2 പേരാണ് അക്ബറും ശരത്തും. ഗ്രൂപ്പിസത്തിൻ്റെ രാജാവാണ് അക്ബർ ശരത്തിനെ മുന്നിൽ നിർത്തി കളിക്കുകയാണെന്നൊക്കെയാണ് നമ്മുടെ മസ്താനി പറയുന്നത്. എന്നിട്ടിപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ വന്നിരിക്കുകയാണ് നമ്മുടെ മസ്താനി. എന്നിട്ട് മസ്താനി ഇപ്പോൾ പറയുന്നത് ജിഷിൻ പറയുന്നതിൽ ഒരു ശരിയുമില്ല. പണിപ്പുരയിൽ കയറുന്നതിന് മുമ്പ് തന്നെ മസ്താനി പറഞ്ഞിരുന്നു നമുക്ക് പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്യാമെന്ന്. എന്നാൽ ആ സമയത്ത് ജിഷിൻ തിരിച്ച് ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നമുണ്ടായപ്പോഴും ഞങ്ങൾ ജിഷിനെ സപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് നമ്മുടെ മസ്താനി പറയുന്നത്. അങ്ങനെ ഇപ്പോൾ മസ്താനി ജിഷിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. വൈൽഡ് കാർഡുകളായി വന്ന 5 പേരും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു ടാസ്ക് ആയിരുന്നു പണിപ്പുര. എന്നാൽ ജിഷിനാണ് വാശി കാണിച്ച് പ്ലാനിങ് ഇല്ലാതെ കയറിയതും അതുകൊണ്ടാണ് ഇന്നത്തെ ടാസ്ക് ഫ്ലോപ്പ് ആയതുമെന്നാണ് നമ്മുടെ മസ്താനി പറയുന്നത്. ഇന്നുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ജിഷിനാണെന്നാണ് മസ്താനി പറയുന്നത്. അങ്ങനെ മസ്താനി കളം മാറ്റി ചവിട്ടിയോ എന്നൊരു ഡൗട്ട്. ഇപ്പോൾ മസ്താനി അക്ബറിൻ്റെ ടീമിലായോ എന്നും ഒരു സംശയമുണ്ട്. ഇനി ഇതൊരു മസ്താനിയുടെ ഗെയിം പ്ലാൻ ആണെന്നും പറയാൻ പറ്റില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.